ഡിജിറ്റൽ സെൻസസ് 2027 സെൽഫ് എന്യൂമറേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഗൂഗിളിൽ se.census.gov.in എന്ന് പറഞ്ഞ സൈറ്റ് അടിച്ചു കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലോഗിൻ പേജിൽ നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ കേരള സെലക്ട് ചെയ്യുക. പിന്നെ തൊട്ട് താഴെയായിട്ട് അവിടെ ഒരു ക്യാപ്ച വിസിബിൾ ആയിരിക്കും. അത് തന്നെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെരിഫൈ ആൻഡ് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക് പോകും. ഇപ്പോൾ ഞാനിവിടെ ക്യാപ്ച കറക്റ്റായിട്ട് കൊടുത്തു, സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്തു, വെരിഫൈ ആൻഡ് പ്രൊസീഡ്. അപ്പോൾ നമ്മൾ സെൽഫ് എന്യൂമറേഷൻ്റെ ലോഗിൻ പേജിൽ വന്നു. നമ്മുടെ വീടിൻ്റെ ഗൃഹനാഥൻ ആരാണോ അവരുടെ പേരാണ് കൊടുക്കേണ്ടത്. അവരുടെ തന്നെ മൊബൈൽ നമ്പർ കൊടുക്കാം. ഇമെയിൽ ID ഓപ്ഷണലാണ്. നമ്മൾ കറക്റ്റായിട്ട് മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഈ വെരിഫൈ ആൻഡ് പ്രൊസീഡ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP കിട്ടും. ആ OTP നമ്മളിവിടെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇനി നെക്സ്റ്റ് ഒരു കപ്പിൾ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ അത് ഏത് ലാംഗ്വേജിൽ വേണം, പ്ലീസ് സെലക്ട് ലാംഗ്വേജ് എന്നുള്ളത് നിങ്ങൾക്ക് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ആ ലാംഗ്വേജ് കൊടുക്കാം. ഞാൻ മലയാളമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ലാംഗ്വേജും സെലക്ട് ചെയ്യുക, OTPയും കൊടുത്തിട്ട് വെരിഫൈ OTP കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകും. ഓക്കെ, ഇനി ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലൊക്കേഷൻ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ഒരു റെഡ് പിൻ പോലെ ഒരു സിമ്പൽ ഉണ്ടാകും, അത് നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇത്രയും ഇവരുടെ കുറച്ച് പോയിൻറ്റ്സ് ഇവർ പറയുന്നുണ്ട്, അത് നോക്കിയിട്ട് ചെയ്യണം. നമ്മൾ കൊടുക്കുന്ന ഡേറ്റ അനുസരിച്ച് പിന്നെ ഫീൽഡിന് ഒരു എന്യൂമറേറ്റർ വിസിറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ ഈ ലൊക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ആ ചുവന്ന റെഡ് കളറിലുള്ള മാർക്കർ നമ്മുടെ കറക്റ്റ് വീടിൻ്റെ ലൊക്കേഷൻ നിയർ ആയിട്ടും കുഴപ്പമില്ല, എന്നാലും കറക്റ്റ് കിട്ടുന്ന രീതിയിൽ വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ജസ്റ്റ് സൂമിനും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക, പിൻകോഡ് കൊടുക്കുക. പിന്നെ നിയർ ആയിട്ടുള്ള നമ്മുടെ വീടിനടുത്തുള്ള എന്തെങ്കിലും ഒരു ലാൻഡ് മാർക്ക് നമുക്ക് പറ്റുന്ന എന്തെങ്കിലും ഒരു പഞ്ചായത്തോ വില്ലേജോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളത് സൂം ഇൻ ചെയ്തിട്ട് വേണം നമ്മുടെ ആ റെഡ് മാർക്കർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ലാറ്റിറ്റ്യൂഡ് കിട്ടും. അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻസിൻ്റെ സെക്ഷനിലേക്ക് വരുള്ളൂ. ഇനിയുള്ള ക്വസ്റ്റ്യൻ വളരെ ബേസിക്കാണ്. നമ്മുടെ വീടിൻ്റെ നില എന്തുകൊണ്ടാണ്, ഭിത്തി എന്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്, പിന്നെ മേൽക്കൂര എന്തൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻസ് അതൊക്കെയുണ്ട്. ഇത് വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ഇപ്പോൾ നോക്കാം. നമ്മുടെ വീടിൻ്റെ ഭിത്തിക്ക് ഉപയോഗിച്ചിട്ടുള്ള പ്രധാന സാമഗ്രി പുല്ലാണോ, മണ്ണാണോ, സിമൻ്റാണോ, കോൺക്രീറ്റ് ആണോ, അങ്ങനെ. അതേപോലെ മേൽക്കൂരയുടെ മെറ്റീരിയൽ, വീടിൻ്റെ അവസ്ഥ, നമ്മൾ താമസിക്കുന്നതാണോ, ജീർണിച്ചതാണോ, നല്ലതാണ്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. നമ്മുടെ ഫാമിലിയിൽ എത്ര ആൾക്കാരാണ് ടോട്ടൽ സ്ഥിരമായിട്ട് താമസിക്കുന്നത്, അവരുടെ എണ്ണം കൊടുക്കണം. ഗൃഹനാഥൻ അല്ലെങ്കിൽ നാഥയുടെ പേര് വീണ്ടും നമ്മളൊന്നും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അവരുടെ ജെൻഡർ, ഫീമെയിൽ, മെയിൽ, ട്രാൻസ്ജെൻഡർ, ആ രീതിയിൽ അത് കൊടുക്കുക. ഞാൻ ഗൃഹനാഥ ഓൾറെഡി നമ്മൾ ലോഗിൻ ടൈമിൽ ഉപയോഗിച്ച് എന്താണോ നെയിം അത് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ജസ്റ്റ് ഞാനൊരു പേര് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ കാസ്റ്റ്, പട്ടികജാതി, പട്ടികവർഗം, അങ്ങനെ അത് സെലക്ട് ചെയ്യുക. നമ്മുടെ സ്വന്തം വീടാണോ, അങ്ങനത്തെ കാര്യങ്ങൾ, വീട്ടിലുള്ള റൂമിൻ്റെ എണ്ണം, വീട്ടിൽ താമസിക്കുന്ന ദമ്പതികളുടെ എണ്ണം, ഇത്രയും കൊടുത്ത് സേവ് ചെയ്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാവുന്നതാണ്. ഇപ്പം ഞാൻ കൊടുത്ത 6 പേരിൽ 2 പേര് ദമ്പതികളാണ്. അപ്പോൾ അതാണ് ഒന്നും കൂടെ കാണിച്ചത്. ഇനി സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോകും. നിങ്ങൾക്ക് ഇത് വീഡിയോ വാച്ച് ചെയ്യുന്ന ടൈമിൽ ഇത്രയും വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് 2x എങ്ങാനും ഇട്ടിട്ട് വാച്ച് ചെയ്താൽ മതി. അപ്പോൾ എളുപ്പം അത് കഴിയും. ഇനി നമ്മുടെ വാട്ടർ സോഴ്സ് എന്താണ്, അതേപോലെ നമുക്ക് ഈ വാട്ടർ സോഴ്സ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണോ, ദൂരെയാണോ, അങ്ങനത്തത്, ഇലക്ട്രിസിറ്റിയുടെ കാര്യം, ടോയ്ലറ്റിൻ്റെ കാര്യം, അങ്ങനത്തെ ടൈപ്പുകൾ, ടോയ്ലറ്റിൻ്റെ ഏത് ടൈപ്പാണെന്നുള്ള രീതിയിൽ അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതിൽ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ഇതുപോലെ നോക്കിയിട്ട് കറക്റ്റായിട്ട് സെലക്ട് ചെയ്താൽ മതി. ഇൻ കേസ് 1-2 ഓപ്ഷൻ തെറ്റിയാലും കുഴപ്പമില്ല. കാരണം നമ്മുടെ ഏരിയയിലേക്കൊരു എന്യൂമറേറ്റർ വരും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഈ ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്താൽ മതി. ആ ടൈമിൽ അവരുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ ഡേറ്റാസ് എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്താൽ മതി. അപ്പം മാക്സിമം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ നോക്കുക. നമ്മുടെ ഈ LPG കണക്ഷൻ, അത് PNG ആണോ LPG ആണോ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വിറകിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ രീതിയിലുള്ള ഇൻഫർമേഷൻ കൊടുക്കാനുണ്ട്. പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം,
അതെല്ലാം കൊടുത്ത് സേവ് ചെയ്യുക. നെക്സ്റ്റ് ഇതിലേക്ക് പോവുക. പിന്നെ നമ്മൾ വീട്ടിൽ റേഡിയോ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, ഓർ നമ്മൾ സ്മാർട്ട് ഫോൺ വെച്ചിട്ടാണോ കാണുന്നത്, ടെലിവിഷൻ ടി വിയുടെ കാര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, ഇൻ്റർനെറ്റിൻ്റെ കാര്യം നമുക്ക് ലാപ്ടോപ്പിലാണോ മൊബൈലിലാണോ ആ രീതിയിൽ സെലക്ട് ചെയ്യാം. നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉണ്ടോ ആ ഡേറ്റ കൊടുക്കാം. മൊബൈൽ ഫോൺസ്, ടെലിഫോൺ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. രണ്ടും ഉള്ള ആൾക്കാരാണെങ്കിൽ രണ്ടും എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. പിന്നെ സൈക്കിൾ, സ്കൂട്ടർ, മോട്ടോർ സൈക്കിൾ ആ ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ കാർ, ജീപ്പ്, വാൻ അത് ഉണ്ടോ ഇല്ലയോ എന്നേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. കുടുംബത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ധാന്യം അരിയാണോ ഗോതമ്പാണോ അങ്ങനത്തെ ഡീറ്റെയിൽസും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂ. നമ്മൾ ഫസ്റ്റ് കൊടുത്ത മൊബൈൽ നമ്പറും ഉണ്ടാവും. ഇത്രയും കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രിവ്യൂ വരും. നമ്മൾ കൊടുത്ത ഡേറ്റയൊക്കെ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വീണ്ടും വരും. അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് വീണ്ടും ബാക്ക് ബട്ടൺ പോയിട്ട് അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ പ്രിവ്യൂ എല്ലാം ചെക്ക് ചെയ്തിട്ട് പ്രിവ്യൂ ഓക്കെ ആണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ഓപ്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ തന്നെ ഒരു എന്യൂമറേഷൻ ID കിട്ടും. അത് നോട്ട് ചെയ്ത് വയ്ക്കുക. എന്യൂമറേഷൻ ID നോട്ട് ചെയ്ത് വയ്ക്കുക. ഫീൽഡ് വിസിറ്റിൻ്റെ ടൈമിൽ ഇത് ഷെയർ ചെയ്യുക.